സാധനങ്ങളൊക്കെ ഭയങ്കര ചൂടാ. They keep on nagging you. സത്യത്തിൽ ഈ കളക്ടേഴ്സ് ബംഗ്ലാവ്സ് ഒക്കെ ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്യണം. എന്തൊരു ചൂടാ. എന്താടോ ഇത്? ആരായി അത്? സർ, മാഡം. മാഡം? വാട്ട് ബ്ലഡി? My goodness. Look what you have done to my clothes. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ സൂക്ഷിച്ചു. And who the bloody freak are you? Oh God. I asked you, who the freak are you to order things around here? Sir, I am Anura Mukherjee, Assistant Collector. I am sorry, sir. നോക്കി നിൽക്കാതെ എടുത്ത് മാറ്റണം. സർ. Sir, I am sorry. Shut up. Sir. ഒന്ന് help you please. മണി, ഓ Please. Hey. സുദേവൻ, ജോസഫ് അലക്സി. അസിസ്റ്റന്റ് കളക്ടർ അക്കോമഡേഷന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഷീസ് ഹിയർ. ഇന്നൊരു ദിവസത്തെ ഗസ്റ്റ് ഹൗസിൽ. പിന്നെ ഗെറ്റ് ക്വാർട്ടേഴ്സ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, യു വെയിറ്റ് ദേർ. Sorry for the show, sir. ട്രിവാൻഡ്രത്ത് പുതിയ ബാച്ചിന്റെ ഗെറ്റ് ടുഗദറിന് യു കുഡന്റ് മേക്ക് ഇറ്റ് അല്ലേ? ഐ മീൻ ഇവിടെ റൈറ്റ്സും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അവിടെ പ്രൊഫഷണൽസിന്റെ ഇൻഫോർമൽ ചാറ്റ്സിലൊക്കെ യു ആർ ദി ടോപ്പിക്. rather focus. That's your backbone. The fiber of your spine. ശരിക്കും ഗോസിപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ മിനിസ്റ്ററുമായിട്ട് വഴക്കുണ്ടായതും പിന്നെ Decent and put your dress properly. IAS training manual copy ഉണ്ടാവില്ല. Sir. Get it then. Turn to page 6. Chapter 2, clause 6. വായിക്കണം. Immediately on completion of the training at the state headquarters, the probationers will proceed to the district headquarters and they are not entitled to joining time other than transit time for proceeding to the district headquarters. ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ തലസ്ഥാനത്ത് നിന്നും ജില്ലാ ആസ്ഥാനത്തേക്കുള്ള യാത്രാ സമയം. ഇവിടെ എത്തി ജോയിൻ ചെയ്യാൻ അതിലേറെ വൈകിക്കൂടാ. അതാണ് ചട്ടം. And tell me, why the bloody hell are you late to report? Sorry sir. ട്രിവാൻഡ്രത്തുനിന്ന് ഇവിടം വരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് നാട്ടിലൊക്കെ ഒന്ന് കറങ്ങി വരാലോ എന്ന് കരുതിയിട്ട്. പ്ലഷർ ട്രിപ്പ് അല്ലേ? To be frank, yes sir. പേരിന്റെ അറ്റത്തൊരു മുഖർജി ഉണ്ടെങ്കിലും ഐ എം ഹാഫ് കേരളൈറ്റ് സർ. അച്ഛൻ ബംഗാളിയാണെന്നേ ഉള്ളൂ. സോ ഈ നാടിനോടൊരു വല്ലാത്ത ഫാൻസി ഉണ്ട് സർ. സ്ഥലങ്ങളൊക്കെ പണ്ടെന്നോ കുഞ്ഞുനാളിൽ കണ്ടൊരു ഓർമ്മയേ ഉള്ളൂ. അതുകൊണ്ടാ ഞാൻ. മണി, സാധനങ്ങളൊക്കെ എടുത്ത് വരെ വണ്ടിയിൽ വെക്കേ. അല്ല സർ, ഞാനിന്ന് ഒരു ദിവസത്തേക്ക് ഇവിടെ കണ്ട സ്റ്റേ ചെയ്യാൻ. നോ. സർ, എനിക്കിവിടെ വേറെ പരിചയങ്ങളൊന്നുമില്ല. യു വോണ്ട് നീഡ് ഇറ്റ്. താമസിക്കാൻ ഗസ്റ്റ് ഹൗസിൽ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് വൈ സർ? ഐ ക്യാൻ. വേണ്ട, തനിക്ക് ഇവിടെ ശരിയാവില്ല. ഇവിടെ ഭയങ്കര ചൂടാണ്. ഫുള്ളി എയർ കണ്ടീഷൻഡ് അല്ല, സൗകര്യങ്ങളില്ല. നിന്നെ പോലെ സിറ്റി ലൈഫിന്റെ സ്പീഡും സ്പ്ലൻഡറും മാത്രം രുചിച്ചറിഞ്ഞിട്ടുള്ള സ്വർഗജാതകളായ IAS കുമാരിമാർക്ക് അന്തി ഉറങ്ങാൻ ഈ വീട് പറ്റില്ല, മതിയാവില്ല. ഗസ്റ്റ് ഹൗസിലാവുമ്പോ അസിസ്റ്റന്റ് കളക്ടറുടെ വിശാലമായ അധികാരം ഉപയോഗിച്ച് ഒരുപക്ഷെ ഒരു AC റൂം തരപ്പെടുത്താൻ കഴിഞ്ഞേക്കും. യു മേ പ്ലീസ് ഗോ നൗ. താങ്ക് യു സർ. വെൽക്കം. Hypocrite. Conde, I hate him. Miss Mukherjee. Oh God.
I'm sorry, sir. I mean it. നോ യു ഡോണ്ട് മീൻ ഇറ്റ്. ഇവിടെ വന്ന് കയറിയിട്ടിപ്പോ എന്റെ മുമ്പിൽ ഇത് 5ാമത്തെ തവണയാണ് യാതൊരു എളുപ്പമില്ലാതെ താൻ ആ വാക്കുച്ചരിക്കുന്നത്. സോറി, ഐ പിറ്റി യു. ദെൻ നാളെ ബി അറ്റ് ദ ഓഫീസ് ഓൺ ടൈം. മണി സാർ. താൻ കൂടെ ചെല്ല്. എല്ലാം വേണ്ടതുപോലെ ചെയ്യാൻ പറയണം സുദേവനോട്. Sir. പറയണം. കണ്ണൂർ ജയിലിൽ 940 തടവുകാലം. കോടതി വിധി 2 വർഷത്തേക്കാണ്. പക്ഷേ ഇതാ ജയിലിൽ നിന്നുള്ള രേഖയിലെ 9 മാസത്തെ തടവേ കാണുന്നുള്ള കൃഷ്ണേട്ടാ. ഇത് പറ്റി? അത് കഴിഞ്ഞപ്പോ ജയിലി ആടിയോ? അതൊരു കഥയാണ് മാഷെ. അന്ന് കണ്ടന്റ് സെല്ലിൽ കിടക്കുന്ന രൈരപ്പൻ നായനാർക്ക് ബീഡി എത്തിച്ചു കൊടുക്കല് ഞാനും മുയാരം പള്ളി അമ്പും പിന്നെ കടമ്പ കണാരനും കൂടിയാ. അതൊരു സൂത്രപ്പണിയാ. ഒടുവില് വാർത്ത മണം പിടിച്ച് കള്ളി പുറത്തായപ്പോ 3 ആൾക്കും പച്ചവെള്ളം തരണ്ടാന്ന് സാഹിബിന്റെ കൽപ്പന. പോരാത്തതിന് പഴുക്കാച്ചൂരിൽ കൊണ്ടുള്ള പ്രയോഗം. ഒടുക്കം സഹി കെട്ടിട്ട് ഞങ്ങള് സെല്ലിന്റെ ഓട് പിടിച്ച് പുറത്തിയായി. മധുര ചാടുന്നതിന് മുമ്പ് പിടി വീണം. പിന്നെ പറയണോ പൂരം, തല്ലി ജീവച്ചവൻ പോലെ ആയപ്പോ 3നെയും കൂടെ ഒരു വണ്ടിയിലെടുത്തിട്ട് കോയമ്പത്തൂർ കഴിച്ച് ബാക്കി ശിക്ഷ അവിടെയാ. ആ കൂട്ടത്തിലുണ്ടാവും കടലാസ്. ചൂടാറുന്നതിന് മുമ്പ് ഇതാ അത് കുടിച്ചോളൂ. സുഖം കോയമ്പത്തൂരായിരുന്നു പക്ഷേ ഇരുപുറം 2 ആള് നിന്നിട്ട് ഈ 2 കൈയും ചവിട്ടി അങ്ങോട്ട് പിടിക്കും. പിന്നെ ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട് നെഞ്ചിനാ പ്രയോഗം. ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് കിറാന്ന് വാരിയിലൊടുന്ന ശബ്ദം. 1, 2 അല്ല മാഷേ, 9 എണ്ണ ചവിട്ടി ഓടിച്ചത്. 9 കുറെ കാലം മുമ്പാ ടി.ബി. സാഹിത്യോടത്തിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി വന്നപ്പോ ചെന്ന് കണ്ടു. പെൻഷൻ കിട്ടുന്നില്ലെങ്കിൽ വേണ്ട, ചികിത്സക്ക് എന്തെങ്കിലും ഒരു തൽക്കാല സഹായം അവളെ അപേക്ഷിച്ചു. അപ്പൊ പകയെ ചിരിച്ചോണ്ട് ചോദിക്കുക, ബ്രിട്ടീഷ് പോലീസ് ഇടിച്ചിട്ട് തന്നെ ചുമയുണ്ടായതെന്ന് തെളിയിക്കാൻ കയ്യില് രേഖ എന്തെങ്കിലും ഉണ്ടാവുമോന്ന്. ആരായിരുന്നു മന്ത്രി മുഖവൻ? ജോൺ വർഗീസ്. ബ്രിട്ടീഷുകാരന്റെ അടിയിൽ ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ല പക്ഷേ ഇയാളുടെ ചോദ്യം കേട്ടപ്പോ അറിയാതെ 2 കണ്ണും നിറഞ്ഞു പോയി. ഏയ്, ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ല കൃഷ്ണേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ നമ്മൾ ശരിയാക്കും. മേ ഐ കം ഇൻ സർ? യെസ് സർ. അല്ല, താൻ കൃഷ്ണേട്ടനെ കൂട്ടി അസിസ്റ്റന്റ് കളക്ടർ കാണണം. ദാ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു ടച്ചിങ് മെമ്മോറാണ്ടം തയ്യാറാക്കാൻ ഞാനിതിൽ കുറിച്ചിട്ടുണ്ട്. കൊടുത്താൽ മതി. ഇനിയും വൈകിയാൽ ഞാൻ എത്തുമ്പോൾ മീറ്റിംഗ് കഴിയും. എനിവേ, എനിക്ക് ഇതിന്റെ റഫ് ഡ്രാഫ്റ്റ് നാളെ തന്നെ വേണം. രാവിലെ ദ ഫസ്റ്റ് തിങ് ഓൺ മൈ ടേബിൾ. സർ. അവരെന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. പുതിയ ആളല്ലേ, ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ സ്പിരിറ്റ് ഉണ്ടാവും മിസ് മുഖർജിക്ക്. അല്ലോ? Oh my foot. Che. Yes, speaking. Oh God, it's you again. One second. Yes, come in. ഇല്ല, വൈകില്ല. Sure. എല്ലാവരും എത്തിയോ? No. I have my car. ഗുഡ് മോർണിംഗ് മാഡം. Can't you see me talking? ഇല്ലല്ല, അതിനിടയ്ക്ക് ഇവിടെ വിസിറ്റേഴ്സിന്റെ ശല്യം.
Hey, no props. Come on. Hey, no. പെട്ടെന്ന് ഒഴിവാക്കും. In seconds. Oh, that's great. Thank you. ഞാൻ പുറപ്പെടുന്നു. Yes. മാഡം ഇത് അല്ല, തിരക്കിലാണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ട. പിന്നെ ഒന്ന് കണ്ടോളാം. നിങ്ങൾ കാര്യം എന്താണെന്ന് പറയൂ. ഇദ്ദേഹത്തിന്റെ ഒരു പെൻഷന്റെ കാര്യത്തിന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ഇതിൽ കുറിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നേരിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ വാട്ട് ഐ ആം സപ്പോസ് ടു ഡു. ഇതാണ്. ഇത് വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ മാഡം തന്നെ പ്രിപ്പയർ ചെയ്തിട്ട്. സോറി, നോട്ട് നൗ. 12:30 എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ആൻഡ് ഐ ആം ഓൾറെഡി ലേറ്റ്. നാളെ ഒന്ന് കണ്ടാൽ മതി. ഒന്ന് മാറി നിൽക്കൂ പ്ലീസ്. അല്ല മാഡം, അപേക്ഷയുടെ റഫ് ഡ്രാഫ്റ്റ് നാളെ രാവിലെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞു കളക്ടർ. So what do you think I am? A stenographer? Yes, you're one. വെറും സ്റ്റെനോഗ്രാഫർ അല്ല, ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ. നീ മാത്രമല്ല, മന്ത്രിമാർക്ക് ചരമപ്രസംഗം എഴുതി കൊടുത്തും സെക്രട്ടേറിയറ്റിലെ ഗുഹകളിൽ നിന്ന് ജനങ്ങളോട് നിഴൽ യുദ്ധം നടത്തിയും സമാധിയടയുന്ന ഓരോ IAS വിഴുപ്പിന്റെയും റോൾ അത് തന്നെയാണ്. That of a glorified stenographer. Sir, I didn't mean to. പിന്നെ പറയണം, ഇന്നലെ കൃഷ്ണേട്ടൻ എന്ന സാധു മനുഷ്യൻ അവിടെ വന്ന് കയറിയപ്പോ അയാൾ അധിക്ഷേപിച്ച് ഇറക്കി വിടാൻ മാത്രം എന്തായിരുന്നു നിനക്ക് തിടുക്കം? Come on, what was your preoccupation? Sir, കോഴിക്കോട് ബേസ് ചെയ്തിട്ട് നോർത്തേൺ സെക്ടറിലെ IAS വൈഫ്സിന്റെ ഒരു ക്ലബ് ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ ഡിസ്കഷൻസിന് അവരെന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. ഓ യെസ്, കൂലങ്കഷമായ ചർച്ച. എന്തായിരുന്നു ടോപ്പിക്? അത് അല്ലെങ്കിൽ തന്നെ അതിന് പ്രത്യേകിച്ച് വിഷയമൊന്നും വേണ്ടല്ലോ അല്ലേ? നഗരത്തിലെ പോഷ് റെസിഡൻഷ്യൽ ഏരിയയിൽ ഭാര്യയുടെ പേർക്ക് 3ാമത്തെ ബംഗ്ലാവും പണയിച്ചു തീർത്ത കമ്മീഷണർ സെക്രട്ടറിയുടെ വൈഭവത്തെ കുറിച്ച്, അതോ സിറ്റിയിലെ സാരിക്കമ്പോളത്തിൽ ഇറങ്ങിയ പട്ടിന്റെ പുതിയ വരവനങ്ങളെ കുറിച്ചോ? നോ സർ, ക്ലബിന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന ബ്യൂട്ടി കോntestനെ കുറിച്ച്. യെസ്, there you are. ഐശ്വര്യ റായ് സുസ്മിത സെൻ ശ്രേണിയിലേക്ക് മക്കളെ കൈപിടിച്ചുയർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ അമ്മമാരുടെ വട്ടമേശ സമ്മേളനം. അതല്ലെങ്കിൽ ഒറ്റ പീസ് സ്വിം സ്വീറ്റിന് തുളിക്കാനാവാത്തതെല്ലാം TV ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു കാണിക്കാനും ടേക്ക് എ സ്റ്റെപ്പ് ഹിറ്റ് ദ ആപ്പിൾ ഹിറ്റ് ദ ബീൻ എന്ന താളത്തിൽ വിളക്കി നടക്കാനും അതുവഴി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനും മക്കളെ പ്രാപ്തരാക്കാൻ മമ്മിമാരുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ് അല്ലേ? Sir, please stop it. Why? Because I hate your prejudice. അതെടി, ഐ എം പ്രിജുഡിസ്ഡ്. എനിക്ക് മുൻവിധികളുണ്ട് ഈ നാടിനെ കുറിച്ച്. പക്ഷേ മെറ്റ്കാഫ് ഹൗസിൽ നിന്നും സായിപ്പ് ഉപേക്ഷിച്ചു പോയ ഗോൾഫും ബ്രിഡ്ജും ബില്യാർഡ്സും തീൻമേശ മര്യാദകളും പഠിച്ചിറങ്ങിയാൽ എല്ലാം തികഞ്ഞൊന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്നെ പോലുള്ള സ്മഗുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. Shout that sarcasm, you. Sir, hold your tongue. ഞാൻ നിങ്ങളുടെ ജൂനിയർ ആണ്, ട്രെയിനിയാണ്, സമ്മതിച്ചു. But don't try to doormat me. നിങ്ങൾക്കുള്ള അതേ പദവി തന്നെയാണ് എനിക്കും. IAS. Yes, IAS, ഇന്ത്യൻ ഭരണ സർവീസ്. ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ, ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ചു ചോര തുപ്പുന്നവന്റെ ഇന്ത്യ, വളർത്തുനായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശാസിച്ച് അത്താഴപ്പട്ടിണിക്കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. മക്കൾക്ക് ഒരു നേരം വയറു നിറച്ച് വാരി ഉണ്ണാൻ വക തേടി സ്വന്തം ഗർഭപാത്രം വരവിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്നലെ നീ അവമാനിച്ചാട്ടി ഇറക്കി വിട്ടില്ലേ ആ കൃഷ്ണേട്ടനെ പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലെയുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. Stop your bloody rhetoric. Shut up, you. മേലിൽ ഒരാണിന്റെയും മുഖത്തിന് നേരെ ഉയരില്ല നിന്റെ ഈ കയ്യ്. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ നീ ഒരു പെണ്ണായി, വെറും പെണ്ണ്. Now you get lost. Seen sunny days that I thought would never end.
You gotta help me make a stand. Just got to see me through.